ഹലോ, ഞാൻ തനുശ്രീ. ഗ്ലോബൽ ഗാർണർ സെയിൽസ് സർവീസസ് ലിമിറ്റഡിന്റെ സഹസ്ഥാപകയും സിഇഒയുമാണ്. ഞങ്ങളുടെ പുതിയ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും സമ്പത്ത് സൃഷ്ടിക്കുന്നതിനുള്ള ഒരു കവാടമാണ് ഈ പിച്ച്. പിന്നെ ഇത് 2025 ഡിസംബറോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഓർഗനൈസേഷന്റെ ഭാഗമാകാനുള്ള ക്ഷണവും കൂടിയാണ്. ഗ്ലോബൽ ഗാർണർ ഒരു മെയ്ഡ് ഇൻ ഇന്ത്യ കമ്പനിയാണെന്ന് നിങ്ങളെ അറിയിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഞങ്ങൾക്ക് 2015 ഒരു ആശയം മനസ്സിൽ രൂപപ്പെടുകയും പിന്നെ ഞങ്ങൾ ആ ആശയത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങുകയും ചെയ്തു. 2016 ഞങ്ങൾ കമ്പനി രജിസ്റ്റർ ചെയ്തു. 2017 ഏപ്രിലിൽ ഞങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റും ആപ്ലിക്കേഷനും ആരംഭിച്ചു. തുടർന്ന് 2017 മെയ് മാസത്തിൽ ഞങ്ങളുടെ ബിസിനസ് മോഡലിന്റെ പകർപ്പവകാശം രജിസ്റ്റർ ചെയ്തു. അതെ, ഇന്ത്യയിൽ മാത്രമല്ല, മറ്റ് 187 രാജ്യങ്ങളിലും ഗ്ലോബൽ ഗാർണറുടെ മുഴുവൻ ബിസിനസ് ആശയങ്ങൾക്കും എല്ലാ അൽഗോരിതങ്ങൾക്കും പകർപ്പവകാശമുണ്ട്. 2019 BCCL ടൈംസ് ഗ്രൂപ്പുകൾ ഞങ്ങളുടെ മാനേജ്മെന്റിലും ബിസിനസ് ആശയത്തിലും വിശ്വാസം പ്രകടിപ്പിക്കുകയും ഞങ്ങളുടെ ഓഹരി ഉടമകളായി മാറുകയും ചെയ്തു. ഞങ്ങൾ തുടക്കത്തിൽ ആരംഭിച്ചത് ഗുജറാത്തിലാണ്. എന്നാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ രാജ്യത്തുടനീളമുണ്ട്. ജമ്മു മുതൽ കന്യാകുമാരി വരെ ഞങ്ങൾക്ക് സാന്നിധ്യമുണ്ട്. തുടർന്ന് ഖത്തറിൽ നിന്നാരംഭിച്ച് അന്താരാഷ്ട്ര തലത്തിൽ ഞങ്ങളുടെ ചിറകുകൾ വ്യാപിപ്പിക്കാനും തുടങ്ങി. ഗ്ലോബൽ ഗാർണറിന്റെ ടൈം ലൈൻ ഇതാണ്. 3.08 ലക്ഷം രൂപ വായ്പയെടുത്താണ് ഞങ്ങൾ ഈ കമ്പനി ആരംഭിച്ചത്. ഗ്ലോബൽ ഗാർണറിന്റെ ഇപ്പോഴത്തെ മൂല്യം 6,680 കോടി രൂപയിലധികമാണ്. ഗ്ലോബൽ ഗാർണർ ഒരു ബൂട്ട് സ്ട്രാപ്ഡ് കമ്പനിയാണെന്ന് നിങ്ങളോട് പറയുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അതിനർത്ഥം ഞങ്ങൾ ഇതുവരെ ക്യാഷ് ഫണ്ടിംഗ് എടുത്തിട്ടില്ല എന്നാണ്. കൂടാതെ രാജ്യത്ത് ലാഭകരമായ വളരെ കുറച്ച് സ്റ്റാർട്ടപ്പുകളിൽ ഒന്നാണ് ഞങ്ങളും. അതെ, ഗ്ലോബൽ ഗാർണർ വർഷം തോറും വളരുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കുള്ളിൽ നാം 350 കോടി രൂപയുടെ GMV മറികടന്നു. ഗുജറാത്ത് മുഖ്യമന്ത്രിയും മധ്യപ്രദേശ് മുഖ്യമന്ത്രിയും ഞങ്ങൾക്ക് അവാർഡ് നൽകിയിട്ടുണ്ട്. കോഫി ടേബിൾ ബുക്കിൽ ഗുജറാത്തിലെ ജി യൂണിക്കോൺസ് എന്ന പേരിലും ഞങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ IIM ബാംഗ്ലൂരിലെ വളരെ പ്രശസ്തമായ ഇൻസ്റ്റിറ്റ്യൂട്ട് NSRSL ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഗ്ലോബൽ ഗാർണർ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഹ്രസ്വമായി മനസ്സിലാക്കാം. ഞങ്ങൾ അടിസ്ഥാനപരമായി ഒരു B2B2C ഓർഗനൈസേഷനാണ്. ഞങ്ങൾ ലോകത്തിലെ ഒന്നാമത്തേതും ഏക പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സേവനദാതാവുമാണ്. എല്ലാ വിഭാഗത്തിലുമുള്ള ബിസിനസ്സുകാർക്കുമായി ഞങ്ങൾ ഒരു ആഗോള ഹ്യൂമൻ നെറ്റ്വർക്ക് ഓഫ് സെയിൽസ് സൃഷ്ടിച്ചു. അതും മുൻകൂർ ചെലവ് ഒന്നുമില്ലാതെ തന്നെ. ലോകത്തിലെ ഏറ്റവും വലിയ ഇന്റർ എക്സ്ചേഞ്ച് ബിസിനസ്സുകൾ ഞങ്ങൾ സൃഷ്ടിച്ചു. UPOS ദ ഡിജിറ്റൽ മാൾ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ അഡ്വാൻസ് ഫൈജിറ്റൽ പ്ലാറ്റ്ഫോം വഴി രാജ്യത്തെ മുഴുവൻ വിൽപ്പന ആവാസ വ്യവസ്ഥയെയും ഞങ്ങൾ സമാഹരിച്ചു. ഏറ്റവും വലുതും ശക്തവുമായ വിൽപ്പന വിതരണ ശൃംഖല സൃഷ്ടിക്കുന്നതിനായി മനുഷ്യബുദ്ധിയുമായി സംയോജിപ്പിച്ച് UPOSൽ നിന്ന് ഒരു ഡിജിറ്റൽ വിതരണ ശൃംഖല സൃഷ്ടിച്ചു. ഈ UPOSലൂടെ നാം സൂക്ഷ്മ സംരംഭകരെ സൃഷ്ടിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ലക്ഷക്കണക്കിന് സംരംഭകരെ ആവശ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഗ്ലോബൽ ഗാർണർ മൈക്രോ സംരംഭകരുടെ ഒരു സംഘം സ്ഥാപിക്കുന്നു. രാജ്യത്തെ ഓരോ പിൻകോഡിലും ഗ്ലോബൽ ഗാർണറെ പ്രതിനിധീകരിക്കുന്ന ഒരു സംരംഭകൻ ഉണ്ടാകും. ഇതൊരു തൊഴിലവസരമല്ല, തികച്ചും സംരംഭകത്വ മാതൃകയാണ്. ഉദാഹരണത്തിന്, സാങ്കേതികവിദ്യ നമ്മുടെ ആൻഡ്രോയിഡ് അല്ലെങ്കിൽ iOS പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ നൽകി ആയിരക്കണക്കിന് ബിസിനസ്സുകൾ ഈ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് അവരുടെ സാമ്രാജ്യം സൃഷ്ടിച്ചു. അതുപോലെ ഗ്ലോബൽ ഗാർണർ നിങ്ങൾക്കൊരു പ്ലാറ്റ്ഫോമും ബിസിനസ് സ്ഥാപിക്കാനുള്ള അവസരവും നൽകുന്നു. അത് നിങ്ങൾക്ക് മാത്രമല്ല, കൂടാതെ വരും തലമുറകൾക്കും കൂടിയാണ്. ഗ്ലോബൽ ഗാർണർ സമൂഹത്തിലെ ഓരോ വിഭാഗത്തെയും ശാക്തീകരിക്കുന്നു. എങ്ങനെയെന്നാൽ അവർ വർഷങ്ങളായി അവരുടെ ഡൊമൈനിൽ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെ മറികടക്കാൻ സഹായിച്ചുകൊണ്ട് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ചലനാത്മകത മാറ്റുന്നതിലൂടെ ഞങ്ങൾ ഇത് ചെയ്യുന്നു. അതിനാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ നിങ്ങൾക്കായി എന്താണ് കൊണ്ടുവരുന്നതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ലഭ്യമായ അവസരങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തേത് വെൻഡർ. നിങ്ങൾ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ വെൻഡർ ആണെങ്കിൽ
നിങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾക്ക് ഞങ്ങളുടെ വെണ്ടർ ആകാം. ഞങ്ങൾ നിങ്ങൾക്ക് പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സേവനങ്ങൾ നൽകും, അതും 0 മുൻകൂർ ചെലവിൽ. ഞങ്ങളുടെ ടീം ഇത് വിശദമായി വിശദീകരിക്കും. രണ്ടാമത്തേത് യൂസർ. ഞങ്ങൾ ഈ വെണ്ടർമാരെ ഉപയോക്താക്കളുമായി ബന്ധിപ്പിക്കുന്നു. ഞങ്ങൾ ഉപയോക്താക്കൾക്ക് 2% മുതൽ 100% വരെ ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യുന്നു. ഇത് ബ്രാൻഡുകൾ ഉപഭോക്താക്കൾക്ക് നൽകുന്ന കിഴിവുകൾക്കും ഓഫറുകൾക്കും മുകളിലാണ്. ഇത് മാത്രമല്ല, നിങ്ങൾ ഗ്ലോബൽ ഗാർണറിന്റെ ഉപയോക്താവാണെങ്കിൽ നിങ്ങൾക്ക് 1 കോടി വരെ സമ്പാദിക്കാനുള്ള അവസരം ലഭിക്കും. അതെ, 10,000 രൂപ ചെലവഴിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപ വരെ സമ്പാദിക്കാൻ കഴിയും. ഇതെല്ലാം മാജിക് പോലെ തോന്നും, പക്ഷേ ഇത് ലളിതമായ ഗണിതശാസ്ത്രമാണ്, മറ്റൊന്നുമല്ല. മൂന്നാമത്തേത് UPOS. UPOS ദി ഡിജിറ്റൽ മാൾ എന്നറിയപ്പെടുന്ന ഞങ്ങളുടെ ഡിജിറ്റൽ വിതരണ ശൃംഖലയിലൂടെ ഞങ്ങൾ വെണ്ടർമാരെ ഉപയോക്താക്കളുമായി ബന്ധിപ്പിക്കും. ഒരു ഡിജിറ്റൽ മാൾ എന്നതിനു പുറമെ ഇത് മനുഷ്യബുദ്ധിയുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. തൽഫലമായി ഞങ്ങളോടൊപ്പമുള്ള എല്ലാ വെണ്ടർമാർക്കും ഇത് വിൽപ്പന സേവനങ്ങൾ നൽകുന്നു. ഷോപ്പിംഗിനും ഗ്ലോബൽ ഗാർണറിൽ നിന്ന് റിവാർഡുകൾ ലഭിക്കുന്നതിനും UPOS ഞങ്ങളുടെ ഉപഭോക്താക്കളെ സഹായിക്കുന്നു. നാലാമത്തേത് ലീഡർഷിപ്പ് ടീം. ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്കായും അവസരമുണ്ട്. ഞങ്ങളുടെ കമ്പനിയുടെ വിതരണക്കാരനാകാനും 360 കോടിയിലധികം ബിസിനസ് വോളിയം നേടാനും നിങ്ങളുടെ പ്രദേശത്തെ സമ്പദ് വ്യവസ്ഥ നേടുന്നതിലൂടെ 1 കോടി മുതൽ 100 കോടി വരെ സമ്പാദിക്കാനും കഴിയും. നിങ്ങൾക്ക് ഞങ്ങളുടെ ലീഡർഷിപ്പ് ടീമിന്റെ ഭാഗമാകാനും ഞങ്ങളോടൊപ്പം വളരാനും കഴിയും. ഞങ്ങളുടെ സഹപ്രവർത്തകരിൽ നിന്ന് വിശദമായി മനസ്സിലാക്കാം. വിൽപ്പനക്കാരന്റെ നേട്ടങ്ങളെക്കുറിച്ച് നിങ്ങളോട് വിശദീകരിക്കാൻ ഞാൻ കൃതികയെ ക്ഷണിക്കുന്നു. ബിസിനസ്സുകാരെ ഞങ്ങൾക്ക് വളരെയധികം പ്രശ്നങ്ങളിലൂടെ കടന്നുപോകേണ്ടതുണ്ട്. വിൽപ്പനയ്ക്കായി ഞങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടതുണ്ട്. ഞങ്ങൾ ചുറ്റുമുള്ള സ്ഥലങ്ങളിൽ ലഘുലേഖകൾ വിതരണം ചെയ്തു, പ്രമോഷനുകൾ നടത്തി, വിപണനം നടത്തി, സാധ്യമായതെല്ലാം ചെയ്തു. പക്ഷേ വിൽപ്പനയ്ക്ക് ഒരു ഉറപ്പുമില്ല. ഇപ്പോൾ ഈ ഉപഭോക്താക്കൾ വലിയ ബ്രാൻഡുകളിലൂടെ മാത്രം ഷോപ്പിംഗ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു. ഈ ഓഫർ അത് വാഗ്ദാനം ചെയ്യുന്നു. കാരണം അവർക്ക് കഴിവുകൾ ആവശ്യമാണ്. പ്രതിമാസം നിശ്ചിത വിൽപ്പനയില്ല. ചിലപ്പോൾ ഞങ്ങൾക്ക് ഉപഭോക്താക്കളെ ലഭിക്കും, ചിലപ്പോൾ ഇല്ല. ഡിജിറ്റലൈസ് ചെയ്യാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ഓൺലൈൻ പേയ്മെൻറ്റ് ഓപ്ഷനും നിലനിർത്തി. പക്ഷേ വിൽപ്പന ഇപ്പോഴും സമാനമാണ്. ഡിജിറ്റലൈസേഷൻ പഠിച്ചതിലൂടെ നമുക്ക് എന്താണ് ലഭിച്ചത്? ഞങ്ങളുടെ കടയിൽ മുഴുവൻ ഇൻവെൻ്ററിയും സജ്ജീകരിക്കാൻ ഞങ്ങൾ ഇപ്പോഴും പാടുപെടുകയാണ്. കാരണം ഷോപ്പിൻ്റെ വിപുലീകരണത്തിന് ഞങ്ങൾക്ക് എത്ര ചിലവാകുന്നുവെന്ന് ഞങ്ങൾക്കറിയില്ല. അതിനു പകരം കടയിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഇൻവെൻ്ററി മാത്രം വിൽക്കുന്നതാണ് നല്ലത്. സെയിൽസ് സ്റ്റാഫിനെ നിയമിക്കുന്നത് വിൽപ്പന വർദ്ധിപ്പിക്കുമെന്ന് ആളുകൾ നിർദ്ദേശിക്കുന്നു. പക്ഷേ ഇത് വളരെ ചിലവേറിയതാണ്. വിൽപ്പനയ്ക്ക് ഒരു ഉറപ്പുമില്ല. ഞങ്ങളുടെ വിൽപ്പന എങ്ങനെ വർദ്ധിപ്പിക്കണമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിനു മുകളിൽ പ്രാദേശികമായ മത്സരങ്ങൾ വളരെയധികം വർദ്ധിച്ചു. എന്തു ചെയ്യണം? മറ്റെല്ലാ തെരുവുകളിലും വലിയ ഷോറൂമുകളും വലിയ മാളുകളുമുണ്ട്. ഇപ്പോൾ അത്തരമൊരു ഹൈഫൈ ലൊക്കേഷനിൽ ഞങ്ങളുടെ ഷോപ്പ് വിപുലീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് എത്ര നിക്ഷേപം ആവശ്യമാണ്? ലൊക്കേഷൻ മാറുന്നതിനനുസരിച്ച് ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഈ ഷോറൂമുകളുടെയും മാളുകളുടെയും കാര്യത്തിൽ ഉപഭോക്താക്കൾ ധാരാളം ഓപ്ഷനുകൾ കണ്ടെത്തി. അവർ പതിവായി എൻ്റെ കടയിൽ വരാതെയായി. എൻ്റെ പഴയ കസ്റ്റമേഴ്സും ഞങ്ങളെ ഒരു ബാക്കപ്പ് ഓപ്ഷനായി മാത്രം ഉപയോഗിക്കുന്നു. ഈ വീഡിയോയിൽ ഉയർത്തിക്കാട്ടിയ വെല്ലുവിളികളുമായി നിങ്ങൾക്കും ബന്ധപ്പെടാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ബിസിനസ്സിലും സമാനമായ വെല്ലുവിളികൾ നിങ്ങൾ അഭിമുഖീകരിച്ചിരിക്കണം. എന്നാൽ ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എല്ലാ വെല്ലുവിളികൾക്കുമുള്ള പരിഹാരവുമായി ഹായ്, ഞാൻ കൃതിക ഭരദ്വാജ്, സീനിയർ എക്സിക്യൂട്ടീവ് പബ്ലിക് റിലേഷൻസ്. നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ 3 വെല്ലുവിളികളെക്കുറിച്ച് സംസാരിക്കാം. നമ്പർ 1, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വികസിപ്പിക്കാം? നിങ്ങളുടെ വിൽപ്പന എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്പർ 2, ഉപഭോക്തൃ നിലനിർത്തൽ. നിങ്ങളുടെ ഉപഭോക്താക്കളെ എങ്ങനെ നിലനിർത്താം? ഒരേ ഉപഭോക്താക്കളിലൂടെ വിൽപ്പന എങ്ങനെ വർദ്ധിപ്പിക്കാം? നമ്പർ 3, നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വൈവിധ്യവത്കരിക്കാം? നിങ്ങളുടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതിനും ഇന്ത്യയിലുടനീളം നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനും ഗ്ലോബൽ ഗാർണർ എങ്ങനെ സഹായിക്കുമെന്ന് നമുക്ക് നോക്കാം. ശർമാജിയെ പോലെ ഇന്ന് ഏതൊരു ബിസിനസിന്റെയും ഏറ്റവും വലിയ ആവശ്യം വിൽപ്പനയാണ്. നിങ്ങൾക്ക് മുൻകൂർ ഫീസ് ഇല്ലാതെ വിൽപ്പന കൊണ്ടുവരുന്ന അത്തരമൊരു കമ്പനിയില്ല. ബ്രാൻഡിംഗ്, കൺസൾട്ടിംഗ്, മാർക്കറ്റിംഗ് തുടങ്ങിയ ഈ സേവനങ്ങളെല്ലാം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടാവാം. പക്ഷേ നിങ്ങൾ അതിനായി മുൻകൂർ പേയ്മെന്റ് നടത്തേണ്ടതുണ്ട്. ഈ അഡ്വാൻസ് പേയ്മെന്റ് നടത്തിയാലും വിൽപ്പന നടക്കുമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. എന്നാൽ ഇവിടെ ഗ്ലോബൽ ഗാർണറിൽ നിങ്ങൾക്ക് ഞങ്ങളെ തന്നെ നിങ്ങളുടെ വ്യക്തിഗത സെയിൽസ്മാനായി നിയമിക്കാം, അതും മുൻകൂർ ചെലവുകളൊന്നും നൽകാതെ. കാരണം ഞങ്ങളുടെ ബിസിനസ് എന്ന് പറഞ്ഞാൽ
തന്നെ നിങ്ങളുടെ ബിസിനസ് വളർത്തുക എന്നതാണ്. ഞങ്ങളുടെ ഹ്യൂമൻ നെറ്റ്വർക്ക് ഓഫ് സെയിൽസ് വഴി ഞങ്ങൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അത് ഗ്ലോബൽ ഗാർണറെ അതിവിശിഷ്ടമാക്കുന്നു. ഇന്ന് ഏതെങ്കിലും ബിസിനസ് പ്രോത്സാഹിപ്പിക്കുന്നതിന് നിങ്ങൾക്ക് ബ്രാൻഡിംഗ്, പരസ്യം, മാർക്കറ്റിംഗ് എന്നിവ ആവശ്യമാണ്. ഇതിനായി നിങ്ങൾക്ക് ധാരാളം പണം ചെലവഴിക്കേണ്ടി വരുന്നു. നിങ്ങളുടെ ഉൽപ്പന്നം 5 ലക്ഷം ഉപഭോക്താക്കൾക്ക് ഡിജിറ്റലായി പ്രദർശിപ്പിക്കാൻ എത്ര ചെലവാകുമെന്ന് നിങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയുമോ? എന്നാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ ഞങ്ങളുടെ നിലവിലുള്ള 15,000 UPOSൽ നിങ്ങളുടെ സ്വന്തം ഷോപ്പ് തുറക്കാനുള്ള അവസരം നൽകുന്നു. ഡിജിറ്റൽ മാളും ഈ 15,000 ഡിജിറ്റൽ മാളുകളും ഉടൻ തന്നെ 9 ലക്ഷം ഡിജിറ്റൽ മാളുകളായി മാറും. അതാണ് ഇതിനെ സവിശേഷമാക്കുന്നത്. ഡിജിറ്റൽ മാളും ഈ 15,000 ഡിജിറ്റൽ മാളുകൾ ഉടൻ തന്നെ 9 ലക്ഷം ഡിജിറ്റൽ മാളുകളായി മാറും. അതാണ് അതിനെ സവിശേഷമാക്കുന്നത്. ഞങ്ങൾ ലോകത്തിലെ ആദ്യത്തെയും പോസ്റ്റ് പെയ്ഡ് സെയിൽസ് ദാതാവുമാണ്. ഏതൊരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഉപഭോക്താവിനെ നിലനിർത്തുന്നതും അതേ ഉപഭോക്താക്കളിലൂടെ വിൽപ്പന വർദ്ധിപ്പിക്കുന്നതും ഒരു വലിയ വെല്ലുവിളിയാണ്. ഗ്ലോബൽ ഗാർണർ ഒരു എക്സ്ക്ലൂസീവ് റിവാർഡ് പ്രോഗ്രാം വാഗ്ദാനം ചെയ്യുന്നു. അവിടെ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് 2% മുതൽ 100% വരെ ഉറപ്പുള്ള ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. കൂടാതെ അവർ ചെലവഴിക്കുന്നതെന്തും ഉപയോഗിച്ച് 1 കോടി രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ലഭിക്കും. കൂടാതെ നിങ്ങൾ അവരെ റെഫർ ചെയ്തതിനാൽ ജീവിതകാലത്തേക്ക് അവരുടെ ക്യാഷ് ബാക്കിന്റെ 10% നിങ്ങൾക്ക് ലഭിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് 500 ഉപഭോക്താക്കളുണ്ട്. അവരെ നിലനിർത്താൻ നിങ്ങൾ അവർക്ക് ഗ്ലോബൽ ഗാർണർ ആപ്ലിക്കേഷൻ റെഫർ ചെയ്തു. നിങ്ങളുടെ എല്ലാ ഉപഭോക്താക്കളും 1000 രൂപ ക്യാഷ് ബാക്ക് നേടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ 10% ലഭിക്കും. അതായത് 100 രൂപ. ഇത് പ്രതിമാസം 50,000 രൂപയായി മാറുന്നു. അത് ആജീവനാന്തം കിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് എങ്ങനെ വൈവിധ്യവത്കരിക്കാം എന്നതിനെ കുറിച്ച് സംസാരിക്കാം. നിങ്ങൾ ഒരു ഗ്ലോബൽ ഗാർണർ വെൻഡർ ആണെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം നിങ്ങളുടെ നിലവിലുള്ള ഉപഭോക്തൃ അടിത്തറയിലേക്ക് 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കാൻ കഴിയും. ഇതിലൂടെ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാനും സാധിക്കും. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു മൊബൈൽ സ്റ്റോർ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ലാപ്ടോപ്പുകൾ, കമ്പ്യൂട്ടറുകൾ, വിവിധ വീട്ടുപകരണങ്ങൾ എന്നിവ വിൽക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് സ്ഥലവും കൂടുതൽ നിക്ഷേപവും വിദഗ്ധ സ്റ്റാഫും ആവശ്യമാണ്. പക്ഷേ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ നിങ്ങൾക്കുള്ള മികച്ച പ്ലാറ്റ്ഫോം ആയിരിക്കും. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഗ്ലോബൽ ഗാർണർ നിങ്ങൾക്ക് 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വാങ്ങി. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേത് മാത്രമല്ല മറ്റു ഉൽപ്പന്നങ്ങളും നിലവിലുള്ള ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ കഴിയും. നമ്മുടെ അടുത്ത ഭാഗത്തിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. ചുരുക്കി പറഞ്ഞാൽ ഗ്ലോബൽ ഗാർണർ ഒരു വ്യക്തിഗത സെയിൽസ്മാനായി പ്രവർത്തിക്കുന്നു. അതും 0 മുൻകൂർ ചെലവിൽ. പോസ്റ്റ് പെയ്ഡ് സെയിൽസ് സേവനങ്ങൾ വിൽപ്പന സൃഷ്ടിക്കുന്നതുവരെ ഞങ്ങൾ കമ്മീഷൻ ചോദിക്കുന്നില്ല. ഓരോ ഗ്ലോബൽ ഗാർണർ വെണ്ടർക്കും ഒരു എക്സ്ക്ലൂസീവ് റിവാർഡ് പ്രോഗ്രാമിലൂടെ 2% മുതൽ 100% വരെ ഉറപ്പുള്ള ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് 1 കോടി രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും ലഭിക്കും. ഇത് മാത്രമല്ല, അവർ നിങ്ങളുടെ കസ്റ്റമർമാരായതിനാലും നിങ്ങൾ അവരെ റെഫർ ചെയ്തതിനാലും നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ 10% റെഫറൽ വരുമാനം ലഭിക്കും. ഇതെല്ലാം ഉപയോഗിച്ച് നിങ്ങൾക്ക് 2.5 ലക്ഷം രൂപ വിലമതിക്കുന്ന ഡിജിറ്റലൈസേഷൻ പാക്കേജ് സൗജന്യമായി ലഭിക്കും. ഇപ്പോൾ ഞാൻ എന്റെ സഹപ്രവർത്തകൻ ആഞ്ചൽ ജോഷിയെ ക്ഷണിക്കുന്നു. അദ്ദേഹം UPOSനെ കുറിച്ചും അതിന്റെ അവസരങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് വിശദീകരിക്കും. ഈ മാളിൽ ഒരു കട സ്വന്തമാക്കുന്നത് ഒരു സ്വപ്നം പോലെയാണ്. ലൊക്കേഷൻ നല്ലതും കുറേയധികം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതുമാണ്. പക്ഷേ നിക്ഷേപം വളരെ വലുതായിരിക്കും. കാരണം ഈ സ്ഥലം ഒരു ആഡംബര ലൊക്കേഷനാണ്. ഞങ്ങൾ വളരെയധികം പണം നിക്ഷേപിച്ചാലും അവശേഷിക്കുന്നവയിൽ നിന്ന് ഞങ്ങൾ ഷോപ്പ് തിരഞ്ഞെടുക്കേണ്ടതുണ്ട്. കൂടാതെ വൈദ്യുതി, അറ്റകുറ്റപ്പണി, പ്രവർത്തന ചെലവ് തുടങ്ങിയ അധിക ചെലവുകളും പരിഗണിക്കേണ്ടതുണ്ട്. വളരെയധികം നിക്ഷേപത്തിന് ശേഷവും എൻ്റെ നിലവിലെ കടയിലെ അതേ ഉൽപ്പന്നങ്ങൾ ഞാൻ ഇപ്പോഴും വിൽക്കും. എന്താണ് ചെയ്യേണ്ടതെന്നും വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ എങ്ങനെ ഓഫർ ചെയ്യണമെന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. എനിക്കൊരു വലിയ ഷോപ്പ് വാങ്ങേണ്ടി വരും, അതും ഇതേ മാളിൽ. അത് കൈകാര്യം ചെയ്യാൻ ഒരു സ്റ്റാഫിനെ നിയമിക്കേണ്ടി വരും. ഞാൻ എൻ്റെ പഴയ കട വിപുലീകരിക്കണോ അതോ ആ മാളിലൊരു പുതിയ കട വാങ്ങണോ? എൻ്റെ പഴയ കട വിപുലീകരിക്കുന്നതിന് പകരം മാളിലൊരു പുതിയ കട വാങ്ങിയാൽ ഞാൻ കൂടുതൽ പണം ചിലവഴിക്കേണ്ടി വരും. ബിസിനസ് വിപുലീകരിക്കണം. എന്തുകൊണ്ടാണ് ഇത്ര ബുദ്ധിമുട്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ഗുണമുണ്ട്, നല്ല കസ്റ്റമർ വാക്കിൻ. പക്ഷേ എല്ലാ ഉപഭോക്താക്കളും എൻ്റെ കടയിലേക്ക് മാത്രം വരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. ക്രോമ, ബാറ്റ, സാറ തുടങ്ങിയ വലിയ ബ്രാൻഡുകൾക്കായി ഭൂരിഭാഗം ഉപഭോക്താക്കളും ഈ മാളിലേക്ക് വരും. അവരെല്ലാം എൻ്റെ കടയിലേക്ക് വരേണ്ട ആവശ്യമില്ല. അത്തരം വലിയ ബ്രാൻഡുകളുടെ ഒരു ഫ്രാഞ്ചൈസി ലഭിക്കുമെന്ന് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. പിന്നെ കസ്റ്റമർ അക്വിസിഷൻ ആവശ്യമാണ്. പ്രശ്നങ്ങൾ എല്ലായിടത്തുമുണ്ട്. മാളിലെ ഒരു കടയോ ഷോറൂമോ എൻ്റെ സ്വന്തം കടയോ ആകട്ടെ. ഇതിനെല്ലാം പുറമെ ഈ മാളിൽ കസ്റ്റമർ അക്വിസിഷനായി ഞാൻ ഓഫറുകൾ നൽകേണ്ടി വരും. അതിനുള്ള ചെലവുകൾ ഞാൻ തന്നെ വഹിക്കേണ്ടിയും വരും. ഇതൊരു അപകടകരമായ ഓപ്ഷനാണ്.
മാളിലൊരു കട വാങ്ങുന്നത് പ്രയോജനകരമാണോ എന്ന് എനിക്ക് ഉറപ്പില്ല. കാരണം ഇത്രയധികം പണം നിക്ഷേപിച്ചാലും അത് വിജയിക്കണമെന്ന് ഉറപ്പില്ല. ഹായ്, എന്റെ പേര് ആഞ്ചൽ. ഞാൻ ഗ്ലോബൽ ഗാർണറിലെ സോഷ്യൽ മീഡിയ എക്സിക്യൂട്ടീവ് ആണ്. ഒരു ബിസിനസ് ആരംഭിക്കുന്നത് ഒരു വലിയ കാര്യമാണെന്ന് ആളുകൾ കരുതുന്നതിന്റെ കാരണം ഈ വെല്ലുവിളികളാണ്. അതിനാൽ ഞങ്ങൾ 3 പ്രധാന വെല്ലുവിളികളെക്കുറിച്ചും പിന്നെ തീർച്ചയായും ഈ വെല്ലുവിളികൾക്കെല്ലാം എന്ത് പരിഹാരം നൽകാൻ കഴിയുമെന്നും ചർച്ച ചെയ്യും. നമ്പർ 1, ഒരു ബിസിനസ് സ്ഥാപിക്കുന്നതിന് വലിയ ചെലവുകളും പ്രവർത്തന മൂലധനവും ആവശ്യമാണ്. ഈ ആദ്യ വെല്ലുവിളി കാരണം പകുതി ആളുകൾക്കും അവരുടെ ബിസിനസ് ആരംഭിക്കാൻ കഴിയില്ല. കാരണം ഇതിന് പണം ആവശ്യമാണ്. അതും ഒരു ചെറിയ തുകയല്ല, ഇതിനൊരു വലിയ നിക്ഷേപം ആവശ്യമാണ്. അത് ആരംഭിക്കുന്നത് മുതൽ എല്ലാം സജ്ജീകരിക്കുന്നതിലും പിന്നീട് ആ ബിസിനസ് നടത്തുന്നതിനും നമുക്ക് വേണ്ടത് പണം മാത്രമാണ്. ഫിസിക്കൽ സ്പേസ് സജ്ജീകരിക്കുന്നതിന്, ഇൻവെന്ററി സംഭരണത്തിനായി നല്ല മനുഷ്യശക്തിയെ നിയമിക്കുക, പരിപാലന ചെലവ്, ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവ് മുതലായവയെല്ലാം ചേർത്ത് ബിസിനസ് നടത്തുന്നതിന് ചെലവുകൾ വഹിക്കേണ്ടതുണ്ട്. നമ്പർ 2, ഇപ്പോൾ നിങ്ങൾ ഇതിനകം നിങ്ങളുടെ ബിസിനസ്സിൽ വളരെയധികം പണം നിക്ഷേപിച്ചിട്ടുണ്ടാകും. നമ്മളിപ്പോൾ രണ്ടാമത്തെ പ്രശ്നത്തിലേക്ക് വരും. അത് കസ്റ്റമർ അക്വിസിഷൻ ആണ്. ഇപ്പോൾ അതിലും വലിയ പ്രശ്നമുണ്ട്. അത് നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷൻ ആണ്. അതിനാൽ കസ്റ്റമർ അക്വിസിഷൻ എന്നാൽ ഉപഭോക്താവിനെ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരിക. നിലവിലുള്ള കസ്റ്റമർ റിട്ടൻഷൻ എന്നാൽ ആ ഉപഭോക്താവിനെ നിങ്ങളോടൊപ്പം നിലനിർത്തുക എന്നാണ് അർത്ഥമാക്കുന്നത്. ഡിജിറ്റൽ വിപ്ലവം കാരണം ഒരു ഉപഭോക്താവുമായി ഒരു നല്ല ബന്ധം നിലനിർത്തുന്നത് ഇപ്പോൾ ബുദ്ധിമുട്ടാണ്. മാത്രമല്ല, ഉപയോക്താക്കൾക്ക് വളരെയധികം ഓപ്ഷനുകളുണ്ട്. കിഴിവുകൾ, ക്യാഷ് ബാക്ക്, ഓഫറുകൾ മുതലായവ നൽകുന്ന നിരവധി വെബ്സൈറ്റുകൾ എളുപ്പത്തിൽ ലഭ്യമാണ്. അതിനാൽ എല്ലാ ചെറുകിട ബിസിനസ്സുകളും ഇപ്പോൾ ഉപഭോക്താക്കൾക്കൊരു ബാക്കപ്പ് ഓപ്ഷനായി മാറി. ഉദാഹരണത്തിന്, ഇക്കാലത്ത് ഒരു ഉപഭോക്താവ് സാധാരണയായി ഏതെങ്കിലും ഇലക്ട്രോണിക് ഉൽപ്പന്നം വാങ്ങുന്നതിന് മുമ്പ് അതിന്റെ സവിശേഷതകൾ പരിശോധിക്കാൻ അടുത്തുള്ള ഏതെങ്കിലും ഇലക്ട്രോണിക് ഷോപ്പിലേക്ക് പോകും. നമ്പർ 3, മൂന്നാം നമ്പർ ചലഞ്ച് എല്ലാ ബിസിനസ്സുകാരും അനുഭവിക്കുന്ന ഒന്നാണ്. വൈവിധ്യമാർന്ന ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവ ഉപയോഗിച്ച് വിപുലീകരണമാണത്. കൂടാതെ ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനം. ഞങ്ങൾ വിപുലീകരണത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കുന്നതിന് നിങ്ങൾ തുല്യതുക നിക്ഷേപിക്കണം. ചിലപ്പോൾ വികസിപ്പിക്കാൻ നിങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം ആവശ്യമായി വന്നേക്കാം. വിപുലീകരണം എന്നാൽ നിങ്ങളുടെ ഇൻവെന്ററി വൈവിധ്യവത്കരിക്കുക എന്നതാണ്. ഉദാഹരണത്തിന്, നിങ്ങൾക്ക് നിലവിൽ ഒരു മൊബൈൽ ഷോപ്പുണ്ട്. അതൊരു നല്ല ഇലക്ട്രോണിക് ഷോപ്പാക്കി മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. വൈവിധ്യമാർന്ന ഇൻവെന്ററി നിങ്ങൾ വാങ്ങേണ്ടതുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ ഫിസിക്കൽ സ്പേസ് ആവശ്യമാണ്. അതിനാലാണ് നിങ്ങൾക്ക് കൂടുതൽ നിക്ഷേപം ആവശ്യമായി വരുന്നത്. അതിനാൽ നമ്മൾ പരമ്പരാഗത ബിസിനസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ കാരണം നമ്മൾക്കൊരിക്കലും ഒരു ഉപഭോക്താവിൽ നിന്ന് ഒന്നിലധികം വരുമാനം നേടാൻ കഴിയില്ല. ഇപ്പോൾ ഈ വെല്ലുവിളികളെയെല്ലാം തരണം ചെയ്യാൻ നമ്മെ സഹായിക്കുന്ന തികഞ്ഞ പരിഹാരം എന്താണ്? അതിനാൽ ഞങ്ങളുടെ പക്കലുള്ള ഡൈനാമിക് സൊല്യൂഷൻ UPOS ഡിജിറ്റൽ ആണ്. എന്താണ് UPOS? ഇപ്പോൾ ഈ ഡിജിറ്റൽ മാളിൽ എന്താണ് ഉള്ളത്? അപ്പോളോ, ബാസ്കിൻ റോബിൻസ്, അലൻ സോളി, കല്യാൺ ജുവലേഴ്സ് തുടങ്ങിയ 34,000-ലധികം മെഗാ സ്റ്റോറുകൾ രാജ്യത്തുടനീളം സ്ഥിതി ചെയ്യുന്നു. ആമസോൺ, മിന്ത്ര, Booking.com, അജിയോ തുടങ്ങിയ 150+ മികച്ച ഷോപ്പിംഗ് വെബ്സൈറ്റുകളുണ്ട്. ഫ്ലൈറ്റ് ബുക്കിംഗ്, ഇൻഷുറൻസ്, ട്രാവൽ സേവനങ്ങൾ, ബിൽ പേ റീചാർജ് മുതലായവ ഉൾപ്പെടുന്ന UPOSൽ മൊത്തത്തിൽ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളുമുണ്ട്. നിലവിൽ 20,000+ പ്രാദേശിക വിൽപ്പനക്കാരുമുണ്ട്. ഇത് 36 ലക്ഷമായി ഇനി ഉയരും. UPOSൽ എന്താണുള്ളതെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പക്ഷേ പ്രധാന കാര്യം അത് നിങ്ങളെ എങ്ങനെ സഹായിക്കും എന്നതാണ്. അടിസ്ഥാനപരമായി ഈ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങളുടെ കടയിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് UPOS വഴി വിൽക്കാൻ കഴിയും. അതും ഇൻവെന്ററിയിൽ നിക്ഷേപമില്ലാതെ. ഇതിനർത്ഥം ഇപ്പോൾ നിങ്ങളുടെ ഷോപ്പിന്റെ സുഖസൗകര്യങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇന്ത്യയുടെ മുഴുവൻ സമ്പദ്വ്യവസ്ഥയും ലഭിക്കുന്നു. കാരണം ഗ്ലോബൽ ഗാർണർ ഇതിനകം എല്ലാവരുമായി സഹകരിക്കുകയും നിങ്ങൾക്കായി ഒരു നൂതന ഡിജിറ്റൽ പവർ ഹൗസ് പ്ലാറ്റ്ഫോം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, ആമസോണിൽ നിന്നോ മിന്ത്രയിൽ നിന്നോ നിങ്ങളുടെ പതിവ് കസ്റ്റമർ ഷോപ്പിംഗ് ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അവരോട് പറയാം, ഈ വലിയ ബ്രാൻഡുകളുടെയും വെബ്സൈറ്റുകളുടെയും ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങൾക്ക് നൽകാൻ എനിക്ക് കഴിയുമെന്ന്. നിങ്ങൾക്ക് അവരുടെ ഫ്ലൈറ്റ് ബുക്കിംഗ് നടത്താം. നിങ്ങൾക്ക് അവർക്കായി ഇൻഷുറൻസ് സേവനങ്ങൾ നൽകാം. ലാബ് ടെസ്റ്റിംഗ് സേവനങ്ങൾ, മൊബൈൽ ATM മുതലായവ നൽകാനും ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനം നേടാനും കഴിയും. അതുകൊണ്ടാണ് ഞങ്ങൾ UPOS അപ് സബ്കാ ബിസിനസ് ഹേ അപ്നാ ബിസിനസ് എന്ന് പറയുന്നത്. അധിക ക്യാഷ് ബാക്കും ഓഫറുകളും ഉപയോഗിച്ച് ഈ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വിൽക്കാൻ കഴിയും. ഇപ്പോൾ ഞാൻ നിങ്ങളുമായി ഒരു വസ്തുത പങ്കിടും. ഡാറ്റ അനുസരിച്ച് ഇന്ത്യൻ ജനസംഖ്യയുടെ 5% മാത്രമേ ഓൺലൈൻ ഇടപാടുകൾ ഇഷ്ടപ്പെടുന്നുള്ളൂ. അതിനവർക്ക് വ്യക്തമായ കാരണവുമുണ്ട്. മിക്ക വെബ്സൈറ്റുകളും ഇംഗ്ലീഷ് ഉള്ളടക്കത്തിലാണ് ലഭിക്കുന്നത്. കൂടാതെ ഇന്ത്യക്കാർ നേരിൽ കണ്ടതിന് ശേഷം മാത്രമേ ഒരു ഉൽപ്പന്നം വാങ്ങാൻ ഇഷ്ടപ്പെടുന്നുള്ളൂ. കാരണം അവർക്ക് എളുപ്പത്തിൽ ഒരു കാര്യം വിശ്വസിക്കാൻ കഴിയില്ല. ഇനിയും ഇത്തരം കാരണങ്ങൾ ധാരാളമുണ്ട്.
ഇപ്പോൾ ഞങ്ങൾ ഇതിനകം ചർച്ച ചെയ്ത വെല്ലുവിളികൾ അനുസരിച്ച് UPOSന്റെ കൂടുതൽ നേട്ടങ്ങൾ ഞാൻ നിങ്ങളോട് വിശദീകരിക്കാം. ആദ്യത്തെ വെല്ലുവിളി ഒരു ബിസിനസ് നടത്തുന്നതിനുള്ള വലിയ ചെലവും പ്രവർത്തന മൂലധന ആവശ്യകതയുമായിരുന്നു. വാസ്തവത്തിൽ UPOS ഇതിനുള്ള ഒറ്റത്തവണ പരിഹാരമാണ്. ഒന്നാമതായി ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. അതിനാൽ നിങ്ങൾക്ക് ഒരു ഫിസിക്കൽ സ്പേസ് ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഫോൺ, ടാബ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ നിന്നോ നിലവിലുള്ള കടയിൽ നിന്നോ UPOS വഴി 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കാൻ കഴിയും. ആഡ് ഓൺ പ്രശ്നം എന്നത് ഇൻവെന്ററി സംഭരണമായിരുന്നു. വീണ്ടും ഇൻവെന്ററി സൂക്ഷിക്കാൻ ഫിസിക്കൽ സ്പേസ് ആവശ്യമാണ്. അതിൽ ഏറ്റവും നല്ല കാര്യം വിൽക്കാൻ നിങ്ങൾക്ക് വലിയതും വൈവിധ്യമാർന്നതുമായ ഇൻവെന്ററി ലഭിക്കുന്നു എന്നതാണ്. ചുരുക്കത്തിൽ ഇൻവെന്ററി മാനേജ്മെന്റ് ചെലവോ ഇൻവെന്ററി കേടുപാടുകളോ ഇല്ല. അതുകൊണ്ട് ഈ ഗുണങ്ങളെല്ലാം കാരണം പരിപാലന ചെലവ് 0 ആണ്. രണ്ടാമത്തെ വെല്ലുവിളി കസ്റ്റമർ അക്വിസിഷനും നിലവിലുള്ള ഉപഭോക്തൃ നിലനിർത്തലുമാണ്. ഇപ്പോൾ വളരെയധികം പണം നിക്ഷേപിച്ച ശേഷം നിങ്ങൾ ഇതിനകം ഒരു പതിവ് ബിസിനസ് ആരംഭിച്ചു. പക്ഷേ നിങ്ങൾ എവിടെ നിന്ന് ഉപഭോക്താവിനെ കൊണ്ടുവരും? അതിനായി നിങ്ങളുടെ പ്രദേശത്ത് മാർക്കറ്റിംഗും പ്രൊമോഷനും ആവശ്യമാണ്. കാരണം നിങ്ങൾക്ക് ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ കൺസ്ട്രെയിൻസ് ഉണ്ട്. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും വിൽക്കാൻ കഴിയില്ല. നിങ്ങളുടെ സ്വന്തം ലൊക്കേഷനിൽ നിന്ന് ഉപഭോക്താക്കളെ ആകർഷിക്കേണ്ടതുണ്ട്. എന്നാൽ UPOS ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഒരു ലൊക്കേഷൻ തടസ്സവും നേരിടേണ്ടി വരില്ല. നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്കൊപ്പം മറ്റുൽപ്പന്നങ്ങളും രാജ്യത്തുടനീളം വിൽക്കാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങളുടെ ഏതെങ്കിലും കുടുംബ സുഹൃത്തുക്കൾ ബാറ്റയിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർ ബാംഗ്ലൂരിലും നിങ്ങൾ ഡൽഹിയിലുമാണ്. നിങ്ങളുടെ UPOS വഴി അടുത്തുള്ള ഏതെങ്കിലും ബാറ്റ ഷോപ്പിൽ നിന്ന് ഷോപ്പിംഗ് നടത്താൻ നിങ്ങൾ അവരോട് ആവശ്യപ്പെടണം. കമ്മീഷൻ നിങ്ങളുടേതായിരിക്കും. ഇതിനർത്ഥം നിങ്ങൾക്കായി പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തേണ്ടതില്ല. നിങ്ങളുടെ ഉപഭോക്താക്കൾ നിങ്ങളിൽ നിന്ന് ഒരു ഫോൺ കോൾ അകലെയാണ്. ഇപ്പോൾ കസ്റ്റമർ അക്വിസിഷൻ UPOS ഉപയോഗിച്ച് എളുപ്പമുള്ള ജോലിയായി മാറിയിരിക്കുന്നു. പക്ഷേ നിലവിലുള്ള കസ്റ്റമർ റിറ്റൻഷൻ എന്താണ്? നിങ്ങളുടെ ഉപഭോക്താവിനെ എങ്ങനെ നിലനിർത്തും? വാസ്തവത്തിൽ ഓരോ വാങ്ങലിലും നിങ്ങളുടെ ഓരോ ഉപഭോക്താക്കൾക്കും 2% മുതൽ 100% വരെ ഉറപ്പുള്ള ക്യാഷ് ബാക്ക് വാഗ്ദാനം ചെയ്യാൻ കഴിയും. പക്ഷേ എങ്ങനെ? നിങ്ങളെപ്പോലുള്ള ആളുകൾക്കായി ഞങ്ങൾ വെൽ എസ്റ്റാബ്ലിഷ്ഡ് സിസ്റ്റം സൃഷ്ടിച്ചു. അവിടെ നിങ്ങൾക്ക് സിസ്റ്റമാറ്റിക് പകർപ്പവകാശമുള്ള ക്യാഷ് ബാക്ക് ലഭിക്കും. ഞങ്ങളുടെ അടുത്ത ഉപയോക്തൃ വിഭാഗത്തിൽ അത് മനസ്സിലാവും. അതിനാൽ നിങ്ങളുടെ ഉപയോക്താക്കളോട് പറയുക, നിങ്ങൾ എന്നിൽ നിന്ന് വാങ്ങുന്ന എന്തിനും മറ്റു വലിയ ബ്രാൻഡുകളെ പോലെ അധിക ക്യാഷ് ബാക്കും ഓഫറുകളും ഞാൻ നിങ്ങൾക്ക് നൽകും. നമ്മളുടെ മൂന്നാമത്തെ വെല്ലുവിളി വൈവിധ്യമാർന്ന ഇൻവെന്ററി മാനേജ്മെന്റ് എന്നിവ ഉപയോഗിച്ച് വിപുലീകരണമാണ്. കൂടാതെ ഒരു ഉപഭോക്താവിന് ഒന്നിലധികം വരുമാനവും. അതായത് നിങ്ങളുടെ ഉപഭോക്താക്കൾക്ക് വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങൾ വാഗ്ദാനം ചെയ്യുക. നിങ്ങൾക്ക് നൽകിയ ഉദാഹരണം പോലെ ഒരു മൊബൈൽ ഷോപ്പ് പൂർണ്ണമായ ഇലക്ട്രോണിക് ഷോപ്പായി വികസിക്കുന്നു. അതിനാൽ സങ്കൽപ്പിക്കുക, ഈ മൊബൈൽ ഷോപ്പ് ഉടമയ്ക്ക് UPOS ഉണ്ടെങ്കിൽ അധിക ഫിസിക്കൽ സ്പേസ് നിക്ഷേപിക്കേണ്ട ആവശ്യമില്ല. ഇൻവെന്ററി സംഭരണമില്ല. ഒരു ഉപഭോക്താവിൽ നിന്ന് പ്രതിമാസം ശരാശരി 2000 രൂപ വരെ സമ്പാദിക്കാം. നിങ്ങൾക്ക് 100 ഉപഭോക്താക്കൾ ഉണ്ടെങ്കിൽ പ്രതിമാസം 2 ലക്ഷം രൂപയും ബിസിനസ്സും തുടരും. 72,000 രൂപ പ്ലസ് GSTക്ക് UPOS നേടുന്നതിലൂടെ നിങ്ങൾക്ക് വൈവിധ്യമാർന്ന ബിസിനസ് വാഗ്ദാനം ചെയ്യാനുള്ള അവസരം ലഭിക്കും. നിങ്ങൾക്ക് 18 ബ്രാഞ്ചുകളും സൃഷ്ടിക്കാൻ കഴിയും, അതും 0 മുൻകൂർ ചെലവിൽ. അതിനാൽ ഞങ്ങൾ പറയുന്നു, UPOS ഉപയോഗിച്ച് വാങ്ങലിന്റെയും വിൽപ്പനയുടെയും ഡൈനാമിക്സ് മാറ്റാൻ ഞങ്ങൾ ഇവിടെയുണ്ട്. അതിനാണ് UPOS ദി ഡിജിറ്റൽ മാൾ. അവിടെയുള്ള എല്ലാ ബിസിനസ്സുകാർക്കും ഒരു പുതിയ യുഗ പരിഹാരം. ഇത് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. ഇന്ന് തന്നെ നിങ്ങളുടെ ബിസിനസ് ആരംഭിക്കുക. ഇപ്പോൾ ഞാൻ മിസ്റ്റർ അമിത് സിംഗ് സന്ധുവിനെ ക്ഷണിക്കുന്നു. അദ്ദേഹം അടുത്ത ഭാഗം നിങ്ങൾക്ക് വിശദീകരിക്കും. ഹായ്, ഇതുവരെ ഞങ്ങൾ വെണ്ടറുടെയും UPOSന്റെയും നേട്ടങ്ങളും അവസരങ്ങളും വിശദീകരിച്ചു. ഇപ്പോൾ ഉപഭോക്താവിനുള്ള ആനുകൂല്യങ്ങളും അവസരങ്ങളും എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്റെ പേര് അമിത് സിംഗ് സന്ധു. ഞാൻ ഗ്ലോബൽ ഗാർണറിന്റെ ചീഫ് ഡെവലപ്മെന്റ് ഓഫീസറാണ്. ഗ്ലോബൽ ഗാർണർ ഒരു യൂണിവേഴ്സൽ ആപ്ലിക്കേഷനാണ്. ഇത് ഏറ്റവും ശക്തവും ശാക്തീകരിക്കുന്നതുമായ ആപ്ലിക്കേഷനാണെന്ന് ഞങ്ങൾ എല്ലായ്പ്പോഴും പറയും. കാരണം ഇവിടെ നിങ്ങൾക്ക് എല്ലാ സേവനങ്ങളും ഉൽപ്പന്നങ്ങളും ഒരിടത്ത് ലഭിക്കും. ഓരോ വാങ്ങലിലും നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ലഭിക്കും. ഒരു ഉപഭോക്താവ് അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇന്റർനെറ്റ് ഷോപ്പിംഗ് പ്രതിഫലദായകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകൾ ഇപ്പോഴും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ഭയപ്പെടുന്നു. ഉപഭോക്താക്കൾക്ക് അവരുടെ ഷോപ്പിങ്ങിന് പ്രതിഫലമൊന്നും ലഭിക്കില്ല. അവരുടെ എല്ലാ ചെലവുകളും 0 ഗ്യാരണ്ടീഡ് ആയിരിക്കും. 3. അവസാനമായി, നിരവധി ബ്രാൻഡുകളെ പരാമർശിച്ചിട്ടും ഉപഭോക്താക്കൾക്ക് ഒറ്റത്തവണ ആനുകൂല്യം മാത്രമേ ലഭിക്കൂ. ഇനി ആദ്യത്തെ വെല്ലുവിളിയെക്കുറിച്ച് പറയാം. ഇന്റർനെറ്റ് ഷോപ്പിംഗ് പ്രതിഫലദായകമാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ആളുകൾ ഇപ്പോഴും ഓൺലൈൻ ഷോപ്പിങ്ങിനെ ഭയപ്പെടുന്നു. അതിനാൽ ഏത് തരത്തിലുള്ള ഷോപ്പിങ്ങിനും ഞങ്ങൾ ഹ്യൂമൻ അസിസ്റ്റഡ് മോഡൽ അവതരിപ്പിച്ചു. വസ്തുതകളും കണക്കുകളും അനുസരിച്ച് ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യയുടെ 5% പേർക്ക് മാത്രമേ ഓൺലൈൻ ഇടപാടുകൾ നടത്താൻ കഴിയുമെന്നും ഭാഷാപ്രശ്നങ്ങൾ, വിശ്വാസക്കുറവ്, അറിവില്ലായ്മ തുടങ്ങി നിരവധി കാരണങ്ങൾ ഇതിന് പിന്നിലുണ്ടെന്നും ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ കാരണങ്ങളാൽ ഇന്ത്യയിലെ ആളുകൾ മനുഷ്യ ഇടപെടലുകളിൽ വിശ്വസിക്കുന്നു. ആലോചിച്ച് നോക്കൂ, പലചരക്ക് സാധനങ്ങൾ, മരുന്നുകൾ, ഫ്ലൈറ്റ് ബുക്കിംഗ്,
ഹോട്ടൽ ബുക്കിംഗ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാത്തരം ഷോപ്പിങ്ങുകളിലും നിങ്ങളെ സഹായിക്കാൻ കഴിയുന്ന ഒരു സഹായിയെ നിങ്ങൾക്ക് സൗജന്യമായി ലഭിക്കുകയാണെങ്കിൽ, മാത്രമല്ല നിങ്ങൾക്കിഷ്ടമുള്ള 20 കോടിയിൽ പരം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും അതും ഗ്യാരണ്ടീഡ് ക്യാഷ് ബാക്കിലൂടെ വാങ്ങാൻ ഈ ഏജന്റ് നിങ്ങളെ സഹായിക്കും. നിങ്ങൾക്ക് അവനെ ഉപയോഗിക്കാൻ ഇഷ്ടമല്ലേ? അതിനാൽ ഇതാണ് ഞങ്ങളുടെ UPOS, ഫൈജിറ്റൽ മാൾ ഡിജിറ്റൽ സർവീസ് വിത്ത് ഫിസിക്കൽ അസിസ്റ്റൻസ്. രണ്ടാമതായി, ഉപഭോക്താക്കൾക്ക് അവരുടെ ഷോപ്പിങ്ങിന് പ്രതിഫലമൊന്നും ലഭിച്ചില്ല. ഇതുവരെ നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ചെലവുകൾക്കായി ധാരാളം പണം ചെലവഴിക്കുകയും അത് മറക്കുകയും ചെയ്തിരിക്കും. എന്നാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ച് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉൽപ്പന്നങ്ങൾക്കും സേവനങ്ങൾക്കും മാത്രമേ നിങ്ങൾ പണം ചെലവഴിക്കൂ. അതിനായി നിങ്ങളുടെ ചോയ്സ് മാറ്റാൻ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നില്ല. മാത്രമല്ല, നിങ്ങളുടെ എല്ലാ ഇടപാടുകൾക്കുമുള്ള ക്യാഷ് ബാക്കും പ്രതിഫലവും ലഭിക്കും. നിങ്ങൾ ഇനി എന്ത് തിരഞ്ഞെടുക്കും? ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ചുള്ള ക്യാഷ് ബാക്ക് അല്ലെങ്കിൽ ഗ്ലോബൽ ഗാർണർ ഇല്ലാതെ 0 ഉറപ്പ്? ഒരു സ്മാർട്ട് ഉപയോക്താവെന്ന നിലയിൽ നിങ്ങൾ ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ച് ഉറപ്പുള്ള ക്യാഷ് ബാക്ക് ഇഷ്ടപ്പെടുന്നുവെന്ന് ഞങ്ങൾ അനുമാനിക്കുന്നു. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, ചിലവ് നിങ്ങളുടെ പുതിയ നിക്ഷേപമാണ്. കാരണം ഓരോ ചിലവിലും നിങ്ങൾക്ക് ഉറപ്പുള്ള ക്യാഷ് ബാക്ക് ലഭിക്കുന്നു. ഒരു ഉപയോക്താവെന്ന നിലയിൽ നിങ്ങളുടെ ഓരോ 10,000 രൂപയുടെ ചെലവിലും 1 കോടി രൂപ വരെ റിസ്ക് ഇല്ലാതെ സമ്പാദിക്കാനുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. ഇത് വിചിത്രമായി തോന്നാം, പക്ഷേ ഇതെല്ലാം കണക്കാണ്, ഇത് മാന്ത്രികതയല്ല. ഇപ്പോൾ ഈ ക്യാഷ് ബാക്ക് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മനസ്സിലാക്കാം. വാങ്ങുന്നയാളും വിൽക്കുന്നവനും തമ്മിൽ ഒരു സൈക്കിൾ തുടരുന്നു. അവിടെ വാങ്ങുന്നയാൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽപ്പനക്കാരൻ ഉൽപ്പന്നം വിൽക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ച് അവിടെ ഗ്ലോബൽ ഗാർണർ വിൽപ്പനക്കാരനും വാങ്ങുന്നയാളും തമ്മിൽ സ്ഥാപിക്കുന്നത്. അവിടെ വാങ്ങുന്നയാൾ ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും വിൽപ്പനക്കാരൻ അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. അതിന് ആനുപാതികമായി വിൽപ്പനക്കാരൻ ഞങ്ങൾക്ക് കമ്മീഷൻ നൽകുകയും ഉപയോക്താവിന് അവരുടെ വാങ്ങലിനെതിരെ ക്യാഷ് ബാക്ക് ലഭിക്കുകയും ചെയ്യുന്നു. വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന സൈക്കിൾ അവസാനിക്കാത്തതുപോലെ ഗ്ലോബൽ ഗാർണർ ക്യാഷ് ബാക്കും അവസാനിക്കുന്നില്ല. അതിനാൽ അടിസ്ഥാനപരമായി ഞങ്ങൾ ഉപയോക്താവിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊള്ളുകയും എല്ലാ ചെലവിലും ക്യാഷ് ബാക്ക് നൽകി ഉപഭോക്താവിന് തിരികെ നൽകുകയും ചെയ്യുന്നു. ഗ്ലോബൽ ക്യാഷ് ബാക്ക് സ്വീകരിക്കാൻ 2 മാർഗങ്ങളുണ്ട്. GG കോയിനുകളുടെ രൂപത്തിൽ. ഇത് ഓരോ ഇടപാടിലും നിങ്ങൾക്ക് 100% ലഭിക്കും. മെഗാ ബ്രാൻഡുകൾ, ഗ്ലോബൽ ഗാർണർ വെണ്ടർ, GG മാൾ തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിൽ നിങ്ങൾക്ക് അവ 5% മുതൽ 45% വരെ വീണ്ടെടുക്കാൻ കഴിയും. കൂടാതെ ഞങ്ങളുടെ 2 ക്യാഷ് ബാക്ക് ഓപ്ഷനുകളിലും നിങ്ങൾക്ക് ഇത് യഥാർത്ഥ പണമാക്കി മാറ്റാൻ കഴിയും. ക്യാഷ് ബാക്കിന്റെ രണ്ടാമത്തെ രൂപം GG മണിയാണ്. ഇത് യഥാർത്ഥ പണം പോലെ നല്ലതാണ്. 4 വ്യത്യസ്ത ക്യാഷ് ബാക്ക് ഓപ്ഷനിലൂടെ GG പണം സമ്പാദിക്കാം. നിങ്ങൾക്ക് GG പണം നിങ്ങളുടെ ബാങ്കിലേക്കും ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. 4 വ്യത്യസ്ത ക്യാഷ് ബാക്ക് ഓപ്ഷനുകളിലൂടെ GG പണം സമ്പാദിക്കാം. എല്ലാ വിഭാഗത്തിൽ നിന്നും ഒരുമിച്ച് ഷോപ്പിങ്ങിലൂടെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുന്ന 10,000 ക്യുമുലേറ്റീവ് ഷോപ്പിംഗ് ആണ് UPV. രണ്ടാമത്തെ ക്യാഷ് ബാക്ക് റാൻഡം പിക്ക് പ്രക്രിയയാണ്. അടുത്ത മാസത്തിൽ നിങ്ങൾക്ക് 2% മുതൽ 100% വരെ ക്യാഷ് ബാക്ക് ലഭിക്കും. ഇതൊരു തരം ഭാഗ്യ നറുക്കെടുപ്പാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാ UPVയിലും ക്യാഷ് ബാക്ക് ലഭിക്കും. മൂന്നാമത്തത് FIFO ആണ്, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഈ ക്യാഷ് ബാക്കിലൂടെ ഓരോ ഇടപാടിലും നിങ്ങൾക്ക് 100% ഉറപ്പുള്ള ക്യാഷ് ബാക്ക് ലഭിക്കും. ഇത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കും. FIFO എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ UPV നമ്പർ 1 ആണെന്ന് കരുതുക. നിങ്ങളുടെ UPVക്ക് ശേഷം സിസ്റ്റത്തിൽ 6 പുതിയ UPVകൾ ചേർത്താലുടൻ അവ സ്വയമേ നിങ്ങളുടെ UPVയുമായി ബന്ധിപ്പിക്കും. അതിനെ നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. ആരെങ്കിലും ആഗോളതലത്തിൽ ഷോപ്പിംഗ് നടത്തുകയും UPVകൾ സൃഷ്ടിക്കുകയും ചെയ്യുകയാണെങ്കിൽ സിസ്റ്റം ഈ UPVകളെ നിങ്ങളുടെ UPVയിലേക്ക് സ്വയമേവ അറ്റാച്ച് ചെയ്യുന്നു. അതിനാൽ 6 UPVകൾ അറ്റാച്ച് ചെയ്ത ശേഷം നിങ്ങളുടെ ആദ്യത്തെ 500 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. 36 പുതിയ UPVകൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 10%, അതായത് 1000 രൂപ ലഭിക്കും. അടുത്ത 26 UPVകൾ നിങ്ങളുടെ UPVക്ക് കീഴിൽ അറ്റാച്ച്ഡ് ആകുന്നു. നിങ്ങളുടെ ക്യാഷ് ബാക്കിന്റെ 85%, അതായത് 8,500 രൂപ ലഭിക്കും. ഇതുവരെ നിങ്ങൾക്ക് 100% ക്യാഷ് ബാക്ക് ലഭിച്ചു. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ കഴിയും. പക്ഷേ സിസ്റ്റം ഇവിടെ അവസാനിക്കില്ല. ഇപ്പോൾ പുതിയ 1296 UPVകൾ നിങ്ങളുടെ UPVയുമായി ബന്ധിപ്പിക്കുമ്പോൾ നിങ്ങളുടെ 1000 GG നാണയങ്ങൾ നിർബന്ധമായും GG മണിയായി പരിവർത്തനം ചെയ്യപ്പെടും. ഇതിനർത്ഥം നിങ്ങളുടെ 10,000 രൂപ ചെലവിൽ നിങ്ങൾക്ക് 20,000 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. പക്ഷേ ഈ ക്യാഷ് ബാക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് എത്ര സമയമെടുക്കും? ഈ ക്യാഷ് ബാക്ക് യാന്ത്രികമായി സിസ്റ്റം അധിഷ്ഠിതമാണ്. പക്ഷേ അവസാനം ഒരു ഉപയോക്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് നേട്ടങ്ങൾ മാത്രമാണ് ലഭിക്കുന്നതെന്നും നഷ്ടങ്ങളല്ലെന്നും നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ ഞങ്ങളുടെ അവസാനത്തേതും ഏറ്റവും ഡൈനാമിക് ക്യാഷ് ബാക്ക് ഓപ്ഷനിലേക്ക് വരാം. മൈ സർക്കിൾ മനസ്സിലാക്കുന്നതിന് മുൻപ് നിങ്ങൾ എപ്പോഴെങ്കിലും ഫേസ്ബുക്ക്, വാട്ട്സ്ആപ്പ്, ഗൂഗിൾ പേ, ഫോൺ പേ അല്ലെങ്കിൽ യൂബർ പോലുള്ള കമ്പനികളിൽ ജോലി ചെയ്തിട്ടുണ്ടോ എന്ന് കണ്ടെത്താം. എനിക്കുറപ്പാണ് നിങ്ങൾ ഇല്ല എന്ന് പറയും.
ഇപ്പോൾ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ, നിങ്ങൾ ഈ കമ്പനികൾക്കെല്ലാം മാർക്കറ്റിംഗ് മാനേജറായി ജോലി ചെയ്തിട്ടുണ്ട്. ഒറ്റത്തവണ ആനുകൂല്യങ്ങൾക്കോ പ്രതിഫലത്തിനോ നിങ്ങൾ ഈ കമ്പനികളെ റെഫർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് ആനുകൂല്യങ്ങളൊന്നും നേടുന്നില്ല. പക്ഷെ നിങ്ങൾക്കറിയാമോ, ഇതേ ജോലി ചെയ്യുന്നതിലൂടെ നിങ്ങൾക്കൊരു വലിയ വരുമാനം നേടാൻ കഴിയും. അതും ഒരിക്കൽ മാത്രമല്ല, ജീവിതകാലം മുഴുവൻ. നിങ്ങളുടെ 10,000 രൂപയുടെ ഷോപ്പിംഗിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 1 കോടി രൂപ സമ്പാദിക്കാം. ഇപ്പോൾ ഈ 1 കോടി സമ്പാദിക്കാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കാം. ഒരു റിസ്കോ അല്ലെങ്കിൽ നിക്ഷേപമോ ഇല്ലാതെ നിങ്ങൾ 6 പേർക്ക് മാത്രമേ GG ആപ്ലിക്കേഷൻ റെഫർ ചെയ്യേണ്ടതുള്ളൂ. അവർ ചെയ്യേണ്ടത് അവരുടെ UPVയും ടാഗും നിങ്ങളുടെ UPVക്ക് കീഴിൽ സൃഷ്ടിക്കുക എന്നതാണ്. ഓരോ UPV ടാഗിങ്ങിലും നിങ്ങൾക്ക് 75 രൂപ ലഭിക്കാൻ തുടങ്ങും. ഒടുവിൽ 6ാം UPVയിൽ നിങ്ങൾക്ക് 125 രൂപ ക്യാഷ് ബാക്ക് ലഭിക്കും. മൊത്തത്തിൽ 6 UPVകൾ പരാമർശിക്കുന്നതിലൂടെ നിങ്ങൾക്ക് 500 രൂപ ലഭിക്കും. ഇത് എളുപ്പമാണ്, നിങ്ങളുടെ റെഫറുകൾക്കും എളുപ്പമായിരിക്കും. ഇപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ടാഗിംഗ് സംവിധാനത്തിലൂടെ നിങ്ങൾക്ക് 1 കോടി രൂപ വരെ ക്യാഷ് ബാക്ക് ലഭിക്കാൻ തുടങ്ങും. ആദ്യ സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് 500 രൂപ ലഭിക്കും. 2ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് GG മണിയായി 1000 രൂപ ലഭിക്കും. 3ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് GG മണിയായി 3500 രൂപ ലഭിക്കും. 4ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് GG മണിയായി 5000 രൂപയും 4ാം സർക്കിൾ പൂർത്തിയാക്കിയതിനാൽ നിങ്ങളുടെ 10,000 രൂപ ക്യാഷ് ബാക്കായി തിരികെ ലഭിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങൾക്ക് 10,000 GG നാണയങ്ങൾ യഥാർത്ഥ പണമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു കോയിൻ ബോക്സും ലഭിക്കും. ഇപ്പോൾ മുതൽ ഓരോ സർക്കിളിലും പൂർത്തിയാക്കിയ ശേഷം GG നാണയത്തെ ബോക്സിലിട്ട് നിങ്ങൾക്ക് GG നാണയങ്ങൾ പരിവർത്തനം ചെയ്യാൻ കഴിയും. 5ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് 18,000 രൂപ GG മണി ലഭിക്കും. കൂടാതെ നിങ്ങൾക്ക് 36,000 GG നാണയങ്ങൾ പരിവർത്തനം ചെയ്യാനും കഴിയും. 6ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് 50,000 രൂപ GG പണവും 1 ലക്ഷം GG നാണയങ്ങളും ലഭിക്കും. 7ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ 1.5 ലക്ഷം GG പണവും 3 ലക്ഷം GG നാണയങ്ങളും പരിവർത്തനം ചെയ്യാം. 8ാം സർക്കിളിൽ നിങ്ങൾക്ക് 6.72 ലക്ഷം രൂപ GG മണിയെ ലഭിക്കും. കൂടാതെ 15 ലക്ഷം GG നാണയങ്ങൾ GG മണിയായി പരിവർത്തനം ചെയ്യാം. 9ാം സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ നിങ്ങൾക്ക് 21 ലക്ഷം GG പണവും 50 ലക്ഷം GG നാണയങ്ങളും ലഭിക്കും. 9ാം സർക്കിൾ പൂർത്തിയാക്കിയാൽ നിങ്ങൾക്ക് 30 ലക്ഷം GG മണിയും 69.46 ലക്ഷം GG നാണയങ്ങളും GG മണിയിലേക്ക് പരിവർത്തനം ചെയ്യാൻ കഴിയും. ഒരു ഉപയോക്താവ് എന്ന നിലയിൽ നിങ്ങൾക്ക് 2 ആനുകൂല്യങ്ങൾ കൂടി ലഭിക്കും. നമ്പർ 1, നിങ്ങൾ ഗ്ലോബൽ ഗാർണറിലെ ഏതെങ്കിലും വെൻഡറെ റെഫർ ചെയ്യുകയാണെങ്കിൽ വെൻഡർ നൽകുന്ന കമ്മീഷൻ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ 2.75 റഫറൽ വരുമാനം നേടാൻ കഴിയും. നമ്പർ 2, നിങ്ങൾ ഏതെങ്കിലും ഉപയോക്താവിനെ റഫർ ചെയ്യുകയാണെങ്കിൽ റഫർ ചെയ്ത ഉപയോക്താവിന് ലഭിച്ച ക്യാഷ് ബാക്ക് നിങ്ങൾക്ക് 10% റഫറൽ ക്യാഷ് ബാക്കായി ലഭിക്കും. അതും ജീവിതകാലം മുഴുവൻ. ഈ ഗ്ലോബൽ ഗാർണർ യൂണിവേഴ്സൽ ആപ്ലിക്കേഷനിലൂടെ ഞങ്ങൾ ഇവിടെ ഉപയോക്താക്കളെ ഏത് വിധേനയും ശാക്തീകരിക്കുമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മൈ സർക്കിൾ മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ശരിക്കും ആവേശഭരിതരായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എന്നാൽ സാധാരണയായി ഒരു ഉപയോക്താവ് എന്ന നിലയിൽ നമ്മുടെ പതിവ് ചിലവുകൾക്കായി 10,000 രൂപ വരെ ചിലവഴിക്കുന്നതിലൂടെ 6 പേരെ മാത്രം പരാമർശിക്കുന്നതിലൂടെയും ഒരാൾക്ക് 1 കോടി രൂപ സമ്പാദിക്കാൻ കഴിയുമെങ്കിലും ഇത്ര വലിയ ഫിഗർ സ്വീകരിക്കാൻ നമ്മുടെ മനസ്സിന് കഴിയില്ല. പക്ഷേ ഒരു ഉപയോക്താവ് എന്ന നിലയിൽ നിങ്ങൾ ഇതിൽ 10% മാത്രം സമ്പാദിച്ചാലും നിങ്ങൾക്ക് 10 ലക്ഷം സമ്പാദിക്കാൻ കഴിയും. അത് വളരെ നല്ലതാണ്. എന്നാൽ നിങ്ങൾ ഒരു UPOS ഉടമയാണെങ്കിൽ മൈ സർക്കിൾ ഗെയിം നിങ്ങൾക്ക് എത്ര വലുതാകുമെന്ന് മനസ്സിലാക്കാം. നിങ്ങൾ ഒരു UPOS ഉടമയാണെന്ന് കരുതുക. നിങ്ങളുടെ ഒരു ഉപയോക്താവ് നിങ്ങളുടെ UPOS വഴി മൈ സർക്കിൾ ആരംഭിക്കുകയാണെങ്കിൽ പോലും തന്റെ ആദ്യ സർക്കിൾ പൂർത്തിയാക്കുമ്പോൾ അയാൾക്ക് 500 രൂപ ലഭിക്കും. അതിനായി അവർ ഒരു ശ്രമം നടത്തും. പക്ഷേ നിങ്ങളുടെ UPOS വഴി ഇടപാടുകൾ ഓട്ടോമാറ്റിക്കായി നടക്കുന്നതിനാൽ അതിൽ വെറും 2% ശരാശരി കമ്മീഷൻ പരിഗണിച്ച് നിങ്ങൾക്ക് 1,200 രൂപ ലഭിക്കും. അവർക്ക് 1000 രൂപയും 2ാമത്തെ സർക്കിളിൽ നിങ്ങൾക്ക് 7,200 രൂപയും ലഭിക്കും. 3ാമത്തെ സർക്കിളിൽ അവർ 3,500 സമ്പാദിക്കും. നിങ്ങൾക്ക് 43,200 സമ്പാദിക്കാൻ കഴിയും. അതുപോലെ 4ാമത്തെ സർക്കിളിൽ അവർ 5,000 മാത്രമേ സമ്പാദിക്കും. പക്ഷെ നിങ്ങൾ 2,59,000 സമ്പാദിക്കും. നിങ്ങളുടെ ഉപയോക്താവ് വെറും 10,000 രൂപ സമ്പാദിക്കുന്നുവെന്ന് നിങ്ങൾ ഇവിടെ കാണും. പക്ഷേ ഒരു UPOS ഉടമ എന്ന നിലയിൽ നിങ്ങൾ ഇതിനകം 3 ലക്ഷം രൂപ സമ്പാദിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ UPOSന് നിങ്ങൾ എത്ര അടച്ചു? ഓരോ സർക്കിളും പൂർത്തിയായ ശേഷം മുന്നോട്ട് പോകുമ്പോൾ ഉപയോക്താവുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ വരുമാനം 2 മടങ്ങ് കൂടുതലായിരിക്കും. അതും ഓരോ ശ്രമവും നടത്താതെ. നിങ്ങളുടെ ഉപയോക്താക്കളിൽ ഒരാൾ മൈ സർക്കിൾ ആരംഭിച്ചു. അതിൽ നിന്ന് നിങ്ങൾക്ക് ആനുകൂല്യങ്ങൾ ലഭിച്ചു തുടങ്ങും. ഒരു പൂർണ്ണ സർക്കിൾ പൂർത്തിയാകുമ്പോൾ നിങ്ങളുടെ ഉപയോക്താവിന് വെറും 1 കോടി രൂപ ലഭിക്കും. പക്ഷെ നിങ്ങളുടെ UPOSൽ നിങ്ങൾക്ക് 240 കോടി രൂപ ലഭിക്കും. ഇത് ആവേശകരമല്ലേ?
നിങ്ങൾക്കിത് ആവേശകരമാണെന്ന് തോന്നുകയും ഇതേ വിതരണ മോഡൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ഈ ഡിജിറ്റൽ ക്രാന്തിയിലൂടെ നിങ്ങൾക്ക് സ്വയം സമ്പത്ത് സൃഷ്ടിക്കാൻ മാത്രമല്ല 2025 ഡിസംബറോടെ ഇന്ത്യയിൽ നിന്നുള്ള ലോകത്തിലെ ഏറ്റവും വലിയ സംഘടനയായ ഗ്ലോബൽ ഗാർണറിന്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നുവെന്ന് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം. ഒരു ബിസിനസ്സുകാരന്റെയോ സെയിൽസ്മാന്റെയോ 3 പ്രധാന വെല്ലുവിളികൾ ആദ്യം മനസ്സിലാക്കാം. വിൽപ്പന എല്ലായ്പ്പോഴും ഒരു പ്രയാസമേറിയ ജോലിയായി കണക്കാക്കപ്പെടുന്നു. കാരണം വിൽപ്പനയിൽ നിങ്ങൾ ഒരു സെയിൽസ്മാനോ ബിസിനസ്സുകാരനോ ആകട്ടെ, നിങ്ങൾക്ക് പലപ്പോഴും ഫീൽഡിൽ ധാരാളം നിരസിക്കൽ നേരിടേണ്ടി വരും. നിങ്ങളുടെ കരിയർ വളരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ സാമൂഹിക വലയം, സുഹൃത്തുക്കൾ, കുടുംബം എന്നിവ ഉപേക്ഷിക്കേണ്ടി വരുന്നതായി ഞങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പ്രൊമോഷന്റെ കൂടെ ട്രാൻസ്ഫറും കിട്ടുന്നു. നിങ്ങൾക്ക് സ്ഥലം മാറേണ്ടിയും വരുന്നു. നിങ്ങളൊരു ജോലിയിലായാലും ബിസിനസ്സിലായാലും എല്ലായ്പ്പോഴും അനിശ്ചിതത്വം ഉണ്ട്. അതിനാൽ ഈ പുതിയ ഡിജിറ്റൽ വിപ്ലവത്തിലൂടെ ഈ വെല്ലുവിളികളെയെല്ലാം മറികടക്കാനും നിങ്ങൾക്കായി സമ്പത്ത് സൃഷ്ടിക്കാനും ഗ്ലോബൽ ഗാർണർ നിങ്ങളെ എങ്ങനെ സഹായിക്കുമെന്ന് ഇപ്പോൾ മനസ്സിലാക്കാം. അതിനാൽ ഞങ്ങളുടെ ആദ്യത്തെ വെല്ലുവിളിയെക്കുറിച്ച് ചർച്ച ചെയ്യാം. അത് റിജക്ഷൻ അല്ലെങ്കിൽ പുഷ് വിൽപ്പനയാണ്. നിങ്ങളെല്ലാവരും ഏതെങ്കിലും ഒരു കമ്പനിക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റൊന്നിനായി വിൽപ്പന നടത്തിയിരിക്കുമെന്ന് എനിക്കുറപ്പുണ്ട്. നിങ്ങളുടെ വിൽപ്പന പരിശീലന വേളയിൽ നിരസിക്കൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പഠിപ്പിച്ചിരിക്കണം. നിങ്ങൾ ഒരു ഉൽപ്പന്നം പുഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിരസിക്കൽ നേരിടേണ്ടി വരും. നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ഉൽപ്പന്നം മാത്രമുള്ളതിനാൽ നിങ്ങൾക്ക് മറ്റൊരു മാർഗവുമില്ല. നിങ്ങൾ അതേ ഉൽപ്പന്നം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. പക്ഷേ ചിന്തിക്കുക, നിരസിക്കലുകൾ വിൽപ്പനയിൽ നിന്ന് നീക്കം ചെയ്താൽ എന്ത് സംഭവിക്കും? വിൽപ്പന എളുപ്പമുള്ള ജോലിയായി മാറുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ ഗ്ലോബൽ ഗാർണർ ഉപയോഗിച്ച് നിങ്ങൾ ഒരു ഉൽപ്പന്നവും നിങ്ങളുടെ ഉപഭോക്താവിലേക്ക് പുഷ് ചെയ്യേണ്ടതില്ല. വാസ്തവത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപഭോക്താവിനോട് അവർക്ക് എന്താണ് വേണ്ടത് എന്ന് നേരിട്ട് ചോദിക്കാനും അവർക്ക് ഇഷ്ടമുള്ള ഉൽപ്പന്നവും സേവനങ്ങളും വിൽക്കാനും കഴിയും. നിരസിക്കലുകൾ മിക്കവാറും പൂജ്യമായിരിക്കും. കാരണം നിങ്ങൾ അവരുടെ തിരഞ്ഞെടുപ്പോ ഷോപ്പിംഗ് ശൈലിയോ മാറ്റുന്നില്ല. അവർ ആഗ്രഹിക്കുന്നത് അവർ വാങ്ങും, അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ. പക്ഷേ അവർ നിങ്ങളിലൂടെ വാങ്ങും. അപ്പോൾ വിൽപ്പന നിങ്ങൾക്ക് എളുപ്പമല്ലേ? ഇപ്പോൾ നിങ്ങളുടെ കരിയറിൽ വളരാൻ നിങ്ങളുടെ സാമൂഹിക വലയം, നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബം എന്നിവ ഉപേക്ഷിക്കേണ്ടതില്ല. നിങ്ങളുടെ കുടുംബത്തോടൊപ്പം നിങ്ങളുടെ സ്വന്തം സ്ഥലത്തും ജിജിയുള്ള ആളുകൾക്കിടയിലും താമസിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ് സജ്ജമാക്കാൻ കഴിയും. അടുത്ത 12 മാസത്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ഡിസ്ട്രിബ്യൂഷൻ സ്ഥാപിച്ച് വെണ്ടർമാരെ റിക്രൂട്ട് ചെയ്ത് UPOയെ സജ്ജീകരിച്ച് നിങ്ങളുടെ സ്വന്തം ടീം വികസിപ്പിച്ചു. ഇതിനുശേഷം ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ വിതരണത്തിലൂടെ സംഭവിക്കുന്ന ഓരോ ഇടപാടുകളും വഴി നിങ്ങൾ സമ്പാദിക്കും. അവിടെ ആർക്കു വേണമെങ്കിലും വാങ്ങുകയും ആർക്കു വേണമെങ്കിലും എന്തെങ്കിലും വിൽക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രദേശത്ത് താമസിച്ച് പ്രദേശത്തിന്റെ രാജാവാകാം. അനിശ്ചിതത്വം ഏതൊരു വിൽപ്പനക്കാരനും ബിസിനസ്സുകാരനും നേരിടുന്ന പ്രധാന വെല്ലുവിളികളിലൊന്നാണിത്. അനിശ്ചിതത്വം. നിങ്ങൾ 20 വർഷമായി ഏതെങ്കിലും കമ്പനിയിൽ ജോലി ചെയ്യുന്നുവെന്ന് സങ്കല്പിക്കുക. എന്നിരുന്നാലും അതിനുശേഷം നിങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്ന കാര്യത്തിൽ ഉറപ്പില്ല. റിട്ടയർമെന്റിനു ശേഷം നിങ്ങളുടെ ചിലവുകൾ ആരാണ് വഹിക്കാൻ പോകുന്നത്? നിങ്ങൾ മാസം തോറും പ്രകടനം നടത്തുന്നു. പക്ഷേ ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് 3 മാസത്തേക്ക് പ്രകടനം നടത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനി വിടേണ്ടി വന്നേക്കാം. നിങ്ങൾ സ്വന്തമായി ബിസിനസ് ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കട തുറന്നിടാൻ കഴിയുന്നതുവരെ നിങ്ങൾ സമ്പാദിക്കും. ഏതെങ്കിലും കാരണത്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ കട തുറക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് അടച്ചുപൂട്ടും. എന്നാൽ ഇപ്പോൾ ഗ്ലോബൽ ഗാർണറിൽ നിങ്ങളുടെ ബിസിനസ് സജ്ജീകരിച്ച ശേഷം അടുത്ത 12 മാസത്തിനുള്ളിൽ ഓട്ടോമോഡിൽ പ്രവർത്തിക്കുന്ന അത്തരമൊരു വിതരണം സജ്ജമാക്കാൻ നിങ്ങൾക്ക് കഴിയും. അവിടെ ആരെങ്കിലും വിൽക്കുമ്പോഴോ വാങ്ങുമ്പോഴോ ഉള്ള എല്ലാ ഇടപാടുകളിലും നിങ്ങൾക്ക് വരുമാനം ലഭിക്കും. വാങ്ങലിന്റെയും വിൽപ്പനയുടെയും സൈക്കിൾ നിർത്താൻ കഴിയാത്തതിനാൽ നിങ്ങളുടെ വരുമാനം നിർത്താൻ കഴിയില്ല. നിങ്ങൾക്ക് മാത്രമല്ല, തലമുറകളായി ഇത് നിങ്ങളുടെ ബിസിനസ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്കുള്ള അവസരം എന്താണെന്നും നിങ്ങൾ ജിജിയിൽ ചേരേണ്ടത് എന്തുകൊണ്ടാണെന്നും ഞാൻ നിങ്ങളോട് പറയാം. ഒന്നാമതായി നിങ്ങൾക്ക് ലഭിക്കുന്നത് 360 മുതൽ 36,000 കോടി വരെ ബിസിനസ് കൈകാര്യം ചെയ്യാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കും. ഇതോടൊപ്പം നിങ്ങൾക്ക് ഒരവസരവും ലഭിക്കും. ഞങ്ങൾ നിങ്ങളോടൊപ്പം പ്രവർത്തിക്കാൻ തിരഞ്ഞെടുക്കുന്ന പ്രൊഫൈലുകളെ ആശ്രയിച്ച് പ്രതിമാസം 3 ലക്ഷം മുതൽ 3 കോടി വരെ നിങ്ങളുടെ ട്രേഡ് സിസ്റ്റം സജ്ജീകരിച്ചു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ സമ്പാദിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾ നിങ്ങളുടെ വെണ്ടർമാരെ റിക്രൂട്ട് ചെയ്യുന്നു, ഉപയോക്താക്കളെ സൃഷ്ടിക്കുന്നു, UPOയെ സജ്ജീകരിക്കുന്നു. അതിനാൽ ഇപ്പോൾ നിങ്ങൾ വ്യാപാരത്തിൽ ഒരു ജീവിതകാലം സമ്പാദിക്കാൻ പോകുന്നു. ഇത് ട്രേഡ് സിസ്റ്റത്തിലൂടെ സംഭവിക്കാൻ പോകുന്നു. അത് എന്നേക്കുമായി നിലനിൽക്കും. നിങ്ങളുടെ എല്ലാ സാമ്പത്തിക അരക്ഷിതാവസ്ഥകളും വളരെ കുറഞ്ഞ പരിശ്രമത്തോടെ പരിപാലിക്കപ്പെടുന്നു. ഒരു ടീമിനെ നയിക്കുന്നതും അവരുടെ പരിശ്രമത്തിൽ നിന്ന് പ്രയോജനം നേടുന്നതിനുമുള്ള അവസരം നിങ്ങൾക്ക് ലഭിക്കും. കാരണം ഇതിനുശേഷം നിങ്ങളുടെ ടീം വിപണിയിൽ പ്രവർത്തിക്കുകയും അതിൽ നിന്ന് നിങ്ങൾക്കൊരു ലാഭം ലഭിക്കുകയും ചെയ്യുന്നു. അതും ജീവിതകാലം മുഴുവൻ. നിങ്ങളുടെ പ്രദേശത്ത് നിങ്ങളുടെ നെറ്റ്വർക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നു. ഗ്ലോബൽ ഗാർണർ വഴി നിങ്ങൾക്കൊരു ദേശീയ നെറ്റ്വർക്കിലേക്ക് പ്രവേശനം ലഭിക്കും. എല്ലാത്തിനും ഉപരിയായി നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും വേഗത്തിൽ സാക്ഷാത്കരിക്കാൻ നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നു. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 140 കോടി ജനങ്ങളിൽ 18,000 പേരെ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അതിനാൽ ഒട്ടും വൈകാതെ നിങ്ങളുടെ മനസ്സ് തുറക്കുക. അതിനാൽ ഓരോ വിഭാഗത്തെയും എങ്ങനെ ശാക്തീകരിക്കുന്നുവെന്ന് നമുക്ക് സംഗ്രഹിക്കാം. ഒരു ഉപയോക്താവ് എന്ന നിലയിൽ ഉറപ്പുള്ള ക്യാഷ്ബാക്ക് നൽകിക്കൊണ്ട് ഞങ്ങൾ നിങ്ങളെ ശാക്തീകരിക്കുന്നു.
അതും ഇതുവരെ 0 ഉറപ്പ് നൽകിയിരുന്ന നിങ്ങളുടെ പതിവ് ചെലവുകളിൽ 1 കോടി വരെ. ഇപ്പോൾ ഞങ്ങളുടെ കൂടെ നിങ്ങൾ ചെലവഴിച്ച പണം തിരികെ നേടാൻ കഴിയും. അതിനാൽ ചെലവ് പുതിയ നിക്ഷേപമാണെന്ന് ഞങ്ങൾ പറയുന്നു. ഒരു വെണ്ടർ എന്ന നിലയിൽ നിങ്ങൾക്ക് ഞങ്ങളെ നിങ്ങളുടെ സ്വന്തം വിൽപ്പനക്കാരനായി 0 മുൻകൂർ ചെലവിൽ നിയമിക്കാൻ കഴിയും. അവിടെ വിൽപ്പനയ്ക്ക് ശേഷം മാത്രമേ നിങ്ങൾ കമ്മീഷൻ നൽകേണ്ടതുള്ളൂ. കൂടാതെ നിങ്ങൾക്ക് സൗജന്യ ഡിജിറ്റൈസേഷൻ പാക്കേജുകളും ലഭിക്കും. നിങ്ങളുടെ ബിസിനസ് വിപുലീകരിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല. ഞങ്ങളിപ്പോൾ നിങ്ങളുടെ സെയിൽസ്മാനാണ്. നിലവിലുള്ള അല്ലെങ്കിൽ ഒരു പുതിയ ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഇൻവെന്ററിയിൽ നിക്ഷേപമില്ലാതെ 20 കോടിയിലധികം ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിൽക്കുന്നതിലൂടെ നിങ്ങളുടെ ബിസിനസ് വൈവിധ്യവൽക്കരിക്കാൻ ഞങ്ങൾ നിങ്ങളെ ശാക്തീകരിക്കുന്നു. കൂടാതെ നിങ്ങളുടെ നിലവിലുള്ള ഉപഭോക്തൃ അടിത്തറയിലൂടെയോ നിങ്ങളുടെ സോഷ്യൽ സർക്കിളിലൂടെയോ നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിയും. മൈ സർക്കിളിലൂടെ 241 കോടി രൂപ വരെ സമ്പാദിക്കാനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കും. ഒരു സംരംഭകൻ എന്ന നിലയിൽ 360 കോടിയിലധികം രൂപയുടെ വിൽപ്പന സമ്പദ് വ്യവസ്ഥ നേടിക്കൊണ്ട് നിങ്ങൾക്കായി സമ്പത്ത് സൃഷ്ടിക്കാൻ ഞങ്ങൾ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. നിങ്ങൾക്ക് പ്രതിവർഷം ഏകദേശം 1 കോടി മുതൽ 100 കോടി രൂപ വരെ സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നിങ്ങളൊരു വെണ്ടർ ആണെങ്കിലും നിങ്ങളൊരു UPOS പങ്കാളിയായാലും അല്ലെങ്കിൽ നിങ്ങളൊരു ലീഡർഷിപ്പ് ടീമിന്റെ ഭാഗമായാലും ഒരു ഉപയോക്താവിന് ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്കും ലഭിക്കും. അതിനാൽ 2025 ഡിസംബറിനകം ഇന്ത്യയിൽ നിന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടന കെട്ടിപ്പടുക്കാൻ ഞങ്ങളോടൊപ്പം ചേരുക. വാങ്ങുന്നതിന്റെയും വിൽക്കുന്നതിന്റെയും ഡൈനാമിക് ചേഞ്ചിലൂടെ 21,000 സംരംഭകർ, 36 ലക്ഷം ഡിജിറ്റലായി ശാക്തീകരിക്കപ്പെട്ട വെണ്ടർമാർ, 72 ലക്ഷം സുസ്ഥിര തൊഴിലവസരങ്ങളെ സൃഷ്ടിക്കുക എന്ന ദൗത്യം കൈവരിക്കാനും. നന്ദി.